ഡോക്ടർ മോഹൻ വർഗീസ്, ഈ നമ്മൾ പറഞ്ഞുവല്ലോ ഈ കെ സി വേണുഗോപാലിൻ്റെ വരവുണ്ടാക്കിയ മാറ്റം, ഈ AI ഗ്രൂപ്പുകൾ ദുർബലമായോ? ഒരുപക്ഷെ ഒരുമിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു കാര്യങ്ങൾ എന്ന തോന്നൽ അവരുടെ നേതാക്കൾക്കുണ്ടായോ? ശ്രീ കൃഷ്ണരാജ്, ദുർബലമാക്കുക എന്നതിനേക്കാൾ അപ്രസക്തമാകുന്നു എന്നതാണ് കാര്യം. കാരണം ശ്രീ കെ കരുണാകരന് ശേഷം അവശിഷ്ട ഐ ഗ്രൂപ്പ് അതൊരു വിശാല അർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ചുറ്റും ഗാൽവനൈസ് ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അതുപോലെ ഈ എ ഗ്രൂപ്പിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മാനേജർ, ഗ്രൂപ്പ് മാനേജർ ഉമ്മൻചാണ്ടിയായിരുന്നു. അതിനുശേഷം ബെന്നി ബെഹനാനെ പോലെയുള്ള ആളുകൾ ഗ്രൂപ്പ് മാനേജർമാരായി വരുന്നു. പക്ഷേ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞതിന് ശേഷം ആൻ്റണി അത്ര സജീവമല്ലതാനും. അപ്പോൾ പിന്നെ ഒരു നേതൃധാരാളിത്തം ഉണ്ടെങ്കിൽ പോലും ആരാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പിൻ്റെ അമരത്ത് എന്നതിനെക്കുറിച്ച് യാതൊരു നിശ്ചയമില്ല. എം ഹസനുണ്ട്, തിരുവനന്തപുരം രാധാകൃഷ്ണനുണ്ട്, ഈ ഗ്രൂപ്പ് നേതാക്കൾ പലരുമുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ ഇക്കാലത്തും അടിയുറച്ച് ആൻ്റണിയോടും ഉമ്മൻചാണ്ടിയോടും ഒക്കെ ഒരുമിച്ച് നിന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊരു എ ഗ്രൂപ്പിനോ ഐ ഗ്രൂപ്പിനോ അതിശക്തമായൊരു നേതൃത്വം കരുണാകരൻ ആൻഡ് ആൻ്റണി നൽകിയിരുന്നത് പോലെയുള്ള നേതൃത്വം ഇല്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായി ഇതിൻ്റെ പിന്നണിയിൽ നിന്ന ആളുകൾ, പിന്തുണക്കാരായ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യം പോലെ മാറി മറിഞ്ഞു നിന്നു. അപ്പം ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസ് പാർട്ടി ഇവിടെ വളരുന്നു എന്നൊരു പ്രതീതിയാണ് ഈ സമീപകാലത്ത് നയിച്ചത്. പക്ഷേ ഇവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ DNA-യിൽ തന്നെയുള്ളൊരു കാര്യമാണ്. ശ്രീകുമാർ കറക്റ്റായിട്ട് പറയുകയും ചെയ്തു. ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആരോഗ്യപരമായ മത്സരം, അത് അനാരോഗ്യപരമായി നീങ്ങുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. ആരോഗ്യപരമായ മത്സരത്തിലൂടെ ഏറ്റവും മികച്ചവർ മാറ്റുരയ്ക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരും എന്ന ഒരു പ്രതീക്ഷയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അത് വരുന്നത് ഒരു തരം വീതം വെപ്പ് മാറി മത്സരത്തിൻ്റെ അന്തരീക്ഷം പാർട്ടിക്കുള്ളിൽ ഉണ്ടാകണമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി, ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ താല്പര്യമെടുക്കുകയും അതനുസരിച്ചാണല്ലോ യൂത്ത് കോൺഗ്രസിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നത്. ഏറെ വിവാദങ്ങളുണ്ടായി, വോട്ടർ ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായി, ഒക്കെ ശരിയാണ്. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ ആരോഗ്യപരമായിരുന്നു തത്വത്തിൽ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂത്ത് കോൺഗ്രസിനെ വീണ്ടും നോമിനേഷൻ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഈ നോമിനേഷൻ എപ്പോഴും ആശ്രിതന്മാരെ സ്ഥാനങ്ങളിൽ കുടിയിരുത്താനുള്ള ഒന്നാന്തരം ഒരു അടവാണ് ഈ നോമിനേഷൻ. എപ്പോഴും നോമിനേഷൻ തിരഞ്ഞെടുപ്പിൽ എന്തെല്ലാം പറഞ്ഞാലും കഠിനമായി പോരടിക്കും, ആരെങ്കിലും വിജയിക്കും, പരാജയപ്പെട്ടവർ വിജയി അംഗീകരിക്കും. നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിജയിയും അദ്ദേഹമേ ഗ്രൂപ്പുകാരനാണ്. അബിൻ വർക്കി എന്ന പരാജയപ്പെട്ടുവെങ്കിലും വളരെ ധീരമായി പോരാടി തന്നെയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ഇവർ തമ്മിലൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. സമരമുഖങ്ങളിൽ കഴിഞ്ഞ 2 വർഷം ഈ ഇപ്പോഴത്തെ കേരള സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് എണ്ണത്തിൽ പലപ്പോഴും ദുർബലമാണ് എങ്കിൽ പോലും പോരാട്ട വീര്യത്തിൽ ഒട്ടും തന്നെ ദുർബലമായിരുന്നില്ല. രണ്ടുപേരും തലക്കടിയേറ്റ് ചോര വാർന്ന് കിടക്കുന്ന രംഗങ്ങളൊക്കെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിന്നും പല ആവർത്തി ക്യാമറ കണ്ണുകളിലൂടെ കേരളം കണ്ടതാണ്. അതുകൊണ്ട് ഒരു വ്യക്തിപരമായ രീതിയിൽ കോൺഗ്രസിൻ്റെ ഭാവി നേതൃത്വം എന്ന രീതിയിൽ അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു കൾട്ട് ഫിഗേഴ്സായി മാറുന്ന ഒരു കാഴ്ചയും കണ്ടു. അങ്ങനെ കൾട്ട് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വെളിയിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഇവർക്കൊക്കെ ജനസാമാന്യം ചാനൽ ചർച്ചകളിലൂടെയൊക്കെയാണ് ഒരുപക്ഷെ ഇവരുടെ പേരുകൾ കൂടുതലും വ്യാപകമായി ജനസാമാന്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പുറത്തേക്ക് ഒരു പാൻ കേരള അടിസ്ഥാനത്തിലെങ്കിലും ഇവരുടെ പേരുകൾ വന്നത്. ഈ ജനം ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകളുടെ ഈ വലിയ രീതിയിലുള്ള ചാനൽ ചർച്ചകളിലൂടെ പരിചിതമായ മുഖങ്ങളാണ്. പക്ഷേ ബിനു ചുണ്ടലിൻ്റെ മുഖവും അതുപോലെ ഇപ്പോഴത്തെ സംഘടനയുടെ ചിലപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് വന്ന OJ ജനീഷിൻ്റെ പേരുമൊന്നും ആ രീതിയിൽ ഫ്ലോട്ട് ചെയ്യപ്പെട്ട പേരുകളല്ല. ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിൽ വളരെ പ്രസക്തമായ പേരുകൾ തന്നെ ആയിരിക്കാം. അത് കോൺഗ്രസ്സുകാരാണ് പറയേണ്ടത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം തീരുമാനിക്കേണ്ട കോൺഗ്രസ് തന്നെയാണ്. വീതം വെപ്പ്, നോമിനേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ, തിരഞ്ഞെടുപ്പെങ്കിൽ അങ്ങനെ. പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരുതരം അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തേക്കും KPCCയുടെ സംഘടനാ രീതിയിലേക്കും എല്ലാമുള്ള ഈ വീതം വെപ്പ് രാഷ്ട്രീയം, അതിൽ ഉണ്ടാകുന്ന ആ കല്ലുകടികൾ പാർട്ടിക്ക് പുറത്തേക്ക് പൊതുജന സമക്ഷം എത്തുന്നതുകൊണ്ടാവാമല്ലോ ഇങ്ങനത്തെ ചർച്ചകൾ ഉണ്ടാകുന്നത്. അവിടെ ഇപ്പോൾ തലപ്പൊക്കത്തിൽ നിൽക്കുന്നത് ഡിഫാക്ടോ KC വേണുഗോപാൽ തന്നെയാണ്. കാരണം അത് ഡിഫാക്ടോ ആണ്. ഡിജൂറെ നമുക്ക് പറയാം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹമില്ല. ഇവിടെ പ്രതിപക്ഷ നേതാവുണ്ട്, ഇവിടെ KPCC പ്രസിഡന്റുണ്ട്, സണ്ണി ജോസഫ് എന്ന KPCC പ്രസിഡന്റ്. അദ്ദേഹം തീർച്ചയായും MLA ആണ്, ദീർഘകാലം കോൺഗ്രസ്സുകാരനായിരുന്നു. അതിൽ പരം ഇപ്പം K. സുധാകരൻ്റെ രീതിയിലുള്ളൊരു ഫൈറ്റിംഗ് മികവോ
അല്ലെങ്കിൽ ഈ മുൻകാല വിഖ്യാതരായ KPCC പ്രസിഡന്റുമാരുടെ കസേരയാണ്. അപ്പോൾ അതുപോലെ സംഘടനയെ മുഴുവൻ ഇളക്കി മറിക്കാൻ തക്ക ആ ഒരു രീതിയിലുള്ള ഒരു ഡെമഗോഗറി ഒന്നും ഇതുവരെ കാണിച്ചിട്ടുള്ള ഒരു നേതാവല്ല ഈ പറയുന്ന ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്. അദ്ദേഹത്തിന് ഇനി ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം. പക്ഷേ അവർ നിലവിൽ ദുർബലമെന്ന് പറയാം. സംഘടന ദുർബലമെന്നല്ല, നേതൃത്വം KPCC പ്രസിഡന്റ് സ്ഥാനത്തും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തും താരതമ്യേന, ഞാൻ വിതിൻ കോട്ട്സാണ് പറയുന്നത്, താരതമ്യേന ദുർബലരായ ആളുകൾ വരുമ്പോൾ അത് ഇടതുപക്ഷത്തിനും BJPക്കും അനുകൂലമായ ഒരു അന്തരീക്ഷമല്ലേ ഉണ്ടാക്കുക എന്ന ന്യായമായ ചോദ്യമാണ്. പ്രത്യേകിച്ച് ശബരിമല പ്രക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വൻതോതിൽ ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കേണ്ട ആ സമയത്ത് യഥാർത്ഥത്തിൽ ആഞ്ഞടിക്കുന്നത് ഒരു പരിധിവരെ ഇപ്പോൾ ഏറെ അടികൊണ്ടത് യൂത്ത് കോൺഗ്രസ്സുകാരാണ് അല്ലേ. ഈ പിണറായി വിജയൻ നയിച്ച യാത്രയിലൊക്കെ അല്ലെങ്കിൽ ജനസമ്പർക്ക പരിപാടികളിലൊക്കെ ഈ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ഒക്കെ അടിയേറ്റത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ്. ഈ അടിയേറ്റവരിൽ പലരും മാറി നിൽക്കുകയും കാര്യമായ പരിക്കൊന്നും ഇല്ലാതെ ഉള്ളവർ സംഘടനയുടെ തലപ്പത്തോൾ വരികയും ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസിന് എത്രത്തോളം ഉത്സാഹമുണ്ടാകും, അതൊരു വലിയ ആത്മവിശ്വാസം ഉണ്ടാകും, അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു ഇടവേള കൂടി